ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് രാഷ്ട്രീയത്തിനപ്പുറം ഈ രാജ്യത്തെ പകുതിയോളം വരുന്ന സ്ത്രീകളുടെ ഭാവി വെച്ച് ചിലർ കളിച്ച വഞ്ചനയെ കുറിച്ചാണ്. നരേന്ദ്രമോദി സർക്കാർ അവതരിപ്പിച്ച വനിതാ സംവരണ ബില്ല് പരാജയപ്പെടുത്താൻ രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള പ്രതിപക്ഷ പാർട്ടികളും കാണിച്ച ആ ഒരു വാശിയുണ്ടല്ലോ, അത് സത്യത്തിൽ ഇന്ത്യയിലെ ഓരോ പെൺമക്കളോടുമുള്ള വെല്ലുവിളിയാണ്. ലോക്സഭയിലും നിയമസഭയിലും 33% സീറ്റുകളിൽ സ്ത്രീകൾക്ക് ഉറപ്പാക്കുക എന്നതായിരുന്നു ഈ ബില്ലിന്റെ ലക്ഷ്യം. എന്നാൽ ഇത് പാസാക്കാൻ വിടില്ലെന്ന വാശിയോടെ പ്രതിപക്ഷം നിലകൊണ്ടപ്പോൾ തകർന്നു വീണത് കോടിക്കണക്കിന് സ്ത്രീകളുടെ സ്വപ്നങ്ങളാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. സ്വാതന്ത്ര്യം കിട്ടി അരനൂറ്റാണ്ടിലേറെ കാലം ഈ രാജ്യം ഭരിച്ചത് കോൺഗ്രസ് ആണ്. അന്ന് അവർക്കൊക്കെ തോന്നിയിരുന്നോ സ്ത്രീകൾക്ക് അധികാരം കൈമാറണമെന്ന്? ഒരിക്കലുമില്ല. അവർക്ക് സ്ത്രീകൾ എന്നത് വെറും വോട്ട് ബാങ്ക് മാത്രമായിരുന്നു. എന്നാൽ നരേന്ദ്രമോദി എന്ന ദീർഘവീക്ഷണമുള്ള പ്രധാനമന്ത്രിയും അമിത്ഷാ എന്ന ഉരുക്ക് മനുഷ്യനും അധികാരത്തിൽ വന്നപ്പോൾ അവർക്ക് ആ ധൈര്യമുണ്ടായി. തങ്ങളുടെ അമ്മമാരെയും സഹോദരിമാരെയും പാർലമെന്റിൽ അകത്തളങ്ങളിൽ ഇരുത്തി തീരുമാനങ്ങൾ എടുപ്പിക്കാൻ മോദിജിക്ക് മടിയുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിനെതിരെ രാഹുൽ ഗാന്ധിയും കൂട്ടരും ഉയർത്തിയ പ്രതിഷേധം കണ്ടാൽ തോന്നും സ്ത്രീകൾക്ക് അധികാരം കിട്ടുന്നത് അവരെയൊക്കെ വല്ലാതെ ഭയപ്പെടുത്തുന്നു എന്ന്. ഈ ബില്ല് പരാജയപ്പെട്ടപ്പോൾ പ്രധാനമന്ത്രിയുടെയും അമിത്ഷായുടെയും മുഖത്തുണ്ടായിരുന്ന ആ വേദന നിങ്ങൾ കണ്ടോ? സ്വന്തം ലാഭത്തിന് വേണ്ടിയല്ല, മറിച്ച് ഈ രാജ്യത്തെ നാരി ശക്തിയെ ഉയർത്താൻ വേണ്ടി രാപ്പകൽ കഷ്ടപ്പെട്ട് തയ്യാറാക്കിയ ഒരു ബില്ലാണ് വെറും രാഷ്ട്രീയ കുബുദ്ധി കൊണ്ട് പ്രതിപക്ഷം തള്ളിയത്. ബില്ല് വോട്ടിനിട്ടപ്പോൾ 298 പേർ അനുകൂലിച്ചെങ്കിലും 2/3 ഭൂരിപക്ഷം കിട്ടാൻ അനുവദിക്കാതെ 230 പേരെ കൊണ്ട് എതിർത്ത് വോട്ട് ചെയ്യിപ്പിച്ചത് ഈ പ്രതിപക്ഷമാണ്. ഇത് രാജ്യത്തോടുള്ള ചതിയാണ്. ഇവരുടെയൊക്കെ ഉള്ളിലെ പേടി എന്താണെന്ന് അറിയാമോ? കുടുംബവാഴ്ച രാഷ്ട്രീയമാണ് ഇവരുടെ ശ്വാസം. സാധാരണ കുടുംബങ്ങളിലെ മിടുക്കികളായ സ്ത്രീകൾ അധികാരത്തിലേക്ക് വന്നാൽ തലമുറകളായി സീറ്റുകൾ തീരെഴുതി വാങ്ങിയ ഈ രാജാക്കന്മാർക്ക് വഴി കൊടുക്കേണ്ടി വരും. ആ ഒരൊറ്റ പേടിയാണ് ഇത്രയും നല്ലൊരു നിയമത്തെ പരാജയപ്പെടുത്താൻ ഇവരെ പ്രേരിപ്പിച്ചത്. രാഹുൽ ഗാന്ധിയെ പോലെയുള്ള നേതാക്കൾക്ക് സ്ത്രീ ശാക്തീകരണം എന്നത് വെറും പ്രസംഗങ്ങളിൽ മാത്രമുള്ള കാര്യമാണ്. പ്രവൃത്തിയിൽ വരുമ്പോൾ അവർ സ്ത്രീ വിരുദ്ധതയുടെ ആൾരൂപങ്ങളായി മാറും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങൾ കണ്ടത്. 12 വർഷത്തെ മോദി ഭരണത്തിനിടയിൽ ഒരു ബില്ല് വോട്ടെടുപ്പിൽ പരാജയപ്പെടുന്നത് ഇതാദ്യമായാണ്. പ്രതിപക്ഷം അതിശക്തമായ തടസ്സങ്ങൾ ഉണ്ടാക്കുമെന്ന് അറിഞ്ഞിട്ട് മോദി സർക്കാർ ഈ ബിൽ പിൻവലിക്കാൻ തയ്യാറായില്ല. കാരണം ചതിക്കുന്നവരുടെ മുഖം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കണമെന്ന ഉറച്ച നിലപാടിലായിരുന്നു കേന്ദ്ര സർക്കാർ. ബില്ല് പരാജയപ്പെട്ടെങ്കിലും അത് വലിയൊരു ആയുധമാക്കാൻ തന്നെയാണ് BJP തീരുമാനം. ഓരോ ഗ്രാമത്തിലും ഓരോ വീടിന്റെ പടിക്കലും NDA പ്രവർത്തകർ എത്തും. എന്നിട്ട് ഈ നാട്ടിലെ സ്ത്രീകളോട് പറയും, നിങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന അധികാരം തട്ടിത്തെറിപ്പിച്ചത് രാഹുൽ ഗാന്ധിയും കൂട്ടരുമാണെന്ന്. സ്ത്രീകൾക്ക് അധികാരം നൽകാൻ മടിക്കുന്ന ഈ പിന്തിരിപ്പൻ ചിന്താഗതിക്കാരെ ഭാരതം പൊറുക്കില്ല. മോദിജി വിഭാവനം ചെയ്ത നാരി ശക്തി എന്നത് ഒരു ബില്ലിൽ ഒതുങ്ങുന്നതല്ല, അതൊരു വികാരമാണ്. ആ വികാരത്തെ തകർക്കാൻ ശ്രമിച്ച പ്രതിപക്ഷത്തിന് വരും കാലങ്ങളിൽ ഇന്ത്യൻ സ്ത്രീകൾ തന്നെ തക്കതായ മറുപടി നൽകും. മോദിയുടെയും അമിത്ഷായുടെയും ഇച്ഛാശക്തിക്ക് മുന്നിൽ ഇത്തരം ചതിക്കുഴികൾ അധികകാലം നിലനിൽക്കില്ല. ഈ പോരാട്ടം ഇവിടെയും അവസാനിക്കുന്നില്ല. ഇത് കേവലം ഒരു തുടക്കം മാത്രമാണ്. പ്രതിപക്ഷത്തിന്റെ കുടുംബവാഴ്ച രാഷ്ട്രീയത്തെ തൂത്തെറിഞ്ഞുകൊണ്ട് സ്ത്രീ ശക്തി അധികാരം പിടിക്കുന്ന കാലം വിദൂരമല്ല. നരേന്ദ്രമോദി എന്ന കരുത്തനായ പ്രധാനമന്ത്രിയും അമിത്ഷാ എന്ന ഉറച്ച ആഭ്യന്തരമന്ത്രിയും ചേർന്ന് ഈ രാജ്യത്തെ സ്ത്രീകൾക്ക് അധികാരത്തിന്റെ താക്കോൽ നൽകാൻ തീരുമാനിച്ചപ്പോൾ അതിന് കുറുകെ നിന്നത് ആരാണ്? രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ കൂട്ടരും. ലോക്സഭയിലും നിയമസഭയിലും 33% സംവരണം സ്ത്രീകൾക്ക് നിർബന്ധമാക്കുന്ന ബില്ലിനെ വോട്ടെടുപ്പിലൂടെ തള്ളിക്കളഞ്ഞ പ്രതിപക്ഷത്തിന്റെ നടപടി വെറുമൊരു എതിർപ്പല്ല, അത് ഈ രാജ്യത്തെ സ്ത്രീത്വത്തോട് ചെയ്ത യുദ്ധ പ്രഖ്യാപനമാണ്. എന്തായിരുന്നു മോദിജി ചെയ്യാൻ ശ്രമിച്ചത്? അടുക്കളയിൽ നിന്നും വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ നിന്നും സ്ത്രീകളെ പുറത്തെത്തിച്ച നിയമനിർമ്മാണ സഭകളിൽ അവർക്ക് മാന്യമായ ഇരിപ്പിടം നൽകുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം. എന്നാൽ ആ സ്വപ്നത്തെയാണ് രാഹുൽ ഗാന്ധിയും സംഘവും ചേർന്ന് ഇന്ന് തച്ചുടച്ചിരിക്കുന്നത്. അരനൂറ്റാണ്ട് കാലം ഈ രാജ്യം ഭരിച്ചത് കോൺഗ്രസ് ആണ്. ആ കുടുംബത്തിലെ പലരും അധികാരത്തിലായിരുന്നു. ആ കാലത്തെല്ലാം അവർ സ്ത്രീകളെ കുറിച്ച് പ്രസംഗിച്ചു, സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ച് വാതോരാതെ സംസാരിച്ചു. എന്നാൽ ഈ പാവപ്പെട്ട സ്ത്രീകൾക്ക് അധികാരം കൈമാറാൻ അവർ എന്തെങ്കിലും തയ്യാറായോ? ഇല്ല. സ്ത്രീകൾ അവർക്ക് വെറും വോട്ട് ബാങ്ക് മാത്രമായിരുന്നു. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം സ്ത്രീകളെ ഓർക്കുന്ന പഴയ രാഷ്ട്രീയ തന്ത്രമാണ് അവർ പയറ്റിയത്. എന്നാൽ നരേന്ദ്രമോദി സർക്കാർ അങ്ങനെയല്ല.
വാക്കിലല്ല പ്രവൃത്തിയിലാണ് കാര്യമെന്ന് അദ്ദേഹം തെളിയിച്ചു. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ അദ്ദേഹം കൊണ്ടുവന്ന ഓരോ പദ്ധതിയും, അത് ഉജ്ജ്വല യോജനയാകട്ടെ, ശുചിമുറി നിർമ്മാണമാകട്ടെ, സ്ത്രീകളുടെ ജീവിതം സുഗമമാക്കുന്നതായിരുന്നു. അതിന്റെ അടുത്ത പടിയായിരുന്നു ഈ വനിതാ സംവരണ ബില്ല്. ഇത് പാസ്സായാൽ പാർലമെന്റിൽ 1/3 സീറ്റുകളിൽ സ്ത്രീകൾ ഇരിക്കും. സാധാരണ കുടുംബങ്ങളിലെ മിടുക്കികളായ പെൺകുട്ടികളും നിയമനിർമ്മാണം നടത്തും. ഇത് കണ്ടപ്പോൾ രാഹുൽ ഗാന്ധിയുടെയും കൂട്ടരുടെയും ഉള്ളിൽ ഭയം തീയേക്കാൾ വേഗത്തിൽ പടർന്നു. സ്വന്തം കുടുംബം വാഴണം, സ്വന്തം മക്കൾക്ക് അധികാരം കിട്ടണം എന്നാഗ്രഹിക്കുന്നവർക്ക് സാധാരണക്കാരായ സ്ത്രീകൾ രാഷ്ട്രീയത്തിൽ ഉയർന്നു വരുന്നത് സഹിക്കാൻ കഴിയില്ല. തങ്ങളുടെ അധികാരം തങ്ങളുടെ കുടുംബത്തിൽ തന്നെ നിൽക്കണമെന്ന വാശിയാണ് സ്ത്രീകളുടെ അവകാശത്തെ ചവിട്ടി മെതിക്കാൻ ഇവരെ പ്രേരിപ്പിച്ചത്. ലോക്സഭയിൽ ബില്ല് വോട്ടെടുപ്പിന് വന്നപ്പോൾ 298 പേർ അനുകൂലിച്ചെങ്കിലും 230 പേരെ കൊണ്ട് ഇതിനെതിരെ വോട്ട് ചെയ്യിപ്പിച്ചത് ഈ ചതിയുടെ രാഷ്ട്രീയമാണ്. 3-ൽ 2 ഭൂരിപക്ഷം എന്ന കടമ്പ കടക്കാൻ അനുവദിക്കാതെ ബില്ല് തളച്ചത് വഴി അവർ ഒരു വലിയ സന്ദേശമാണ് നൽകുന്നത്. സ്ത്രീകൾ അധികാരം ചോദിക്കേണ്ട, അത് ഞങ്ങളുടെ കുടുംബങ്ങൾക്കുള്ളതാണെന്ന്. ഈ സ്ത്രീവിരുദ്ധ നിലപാടിനെതിരെ ഭാരത നാരി ശക്തി ഇനിയെങ്കിലും ഉണരണം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത് ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട ഒരു അധ്യായത്തിലേക്കാണ്. ഒരു നിയമനിർമ്മാണ സഭയിൽ ജനപ്രതിനിധികൾ ഒന്നടങ്കം പിന്തുണയ്ക്കേണ്ട, രാജ്യത്തിന്റെ പകുതിയോളം വരുന്ന ജനതയുടെ അന്തസ്സും അവകാശവും ഉറപ്പാക്കേണ്ട ഒരു ബില്ല് കേവലം രാഷ്ട്രീയ പകപോക്കലിന്റെ ഇരയായി മാറിയത് നമ്മൾ കണ്ടു. ഇത് ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള ഒരു തർക്കമല്ല, മറിച്ച് രാജ്യത്തിന്റെ പുരോഗതിയെ പിന്നോട്ട് വലിക്കാൻ ശ്രമിക്കുന്ന ശക്തികളും അതിനെ നയിക്കാൻ പോരാടുന്നവരും തമ്മിലുള്ള യുദ്ധമാണ്. നരേന്ദ്രമോദി എന്ന ഭരണാധികാരിയും അമിത്ഷാ എന്ന സംഘാടകനും ഈ ബില്ലിലൂടെ വിഭാവനം ചെയ്തത് ഭാരതത്തിന്റെ സാമൂഹ്യ ഘടനയിൽ തന്നെ മാറ്റം വരുത്തുന്ന ഒരു വിപ്ലവമായിരുന്നു. പാരമ്പര്യമായ അധികാരം കുത്തകയാക്കി വെച്ചിരിക്കുന്ന ചില കോട്ടകൾ തകർക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ ആ ഭയം പ്രതിപക്ഷ നേതാക്കളുടെ മുഖത്ത് വ്യക്തമായിരുന്നു. ആ ഭയമാണ് അവരെ കൊണ്ട് ഈ ചതി ചെയ്യിപ്പിച്ചത്. ജനസേവനമല്ല, മറിച്ച് സ്വയം സേവനമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള നിര ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത്ര മാത്രമാണ്, എന്തിനാണ് ഇത്രയും ആവേശത്തോടെ അവർ ഇതിനെ എതിർത്തത്? സാധാരണക്കാരായ സ്ത്രീകൾ നിയമനിർമ്മാണത്തിൽ പങ്കാളിത്തം ലഭിച്ചാൽ ഇത്രയും കാലം ജനങ്ങളെ കബളിപ്പിച്ച് അധികാരം നിലനിർത്തിയവർക്ക് മറുപടി പറയേണ്ടി വരുമായിരുന്നു. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാനാണ് അവർ ഈ ബില്ലിനെ വോട്ടിനിട്ട് തോൽപ്പിച്ചത്. എന്നാൽ ഈ പരാജയം അവർക്ക് നൽകുന്നത് ഒരു താൽക്കാലിക ആശ്വാസം മാത്രമാണ്. മോദി സർക്കാർ ഈ നീക്കം ഇവിടെ അവസാനിപ്പിക്കില്ല. 12 വർഷത്തെ തടസ്സമില്ലാത്ത ഭരണപ്രയാണത്തിൽ നേരിട്ട ഈ ഒരു തടസ്സം അവർക്ക് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകാനുള്ള ഇന്ധനമാണ്. പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ പറഞ്ഞാൽ ഇത് ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലെ ഒരു ചെറിയ പ്രതിസന്ധി മാത്രമാണ്. ബില്ല് പരാജയപ്പെട്ടപ്പോൾ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും മുഖത്തുണ്ടായിരുന്ന വേദന പരാജയപ്പെട്ട ഒരാളുടെ വേദനയായിരുന്നില്ല, മറിച്ച് തന്റെ നാട്ടിലെ സഹോദരിമാർക്ക് ലഭിക്കേണ്ട നീതി ചില കപട രാഷ്ട്രീയക്കാർ തടഞ്ഞല്ലോ എന്നോർത്തുള്ള വേദനയായിരുന്നു. 12 വർഷത്തെ ഭരണത്തിനിടയിൽ ആദ്യമായാണ് മോദി സർക്കാർ അവതരിപ്പിച്ച ഒരു ബില്ല് ലോക്സഭയിൽ തോൽക്കുന്നത്. പ്രതിപക്ഷം ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തുമെന്ന് അറിഞ്ഞിട്ടും മോദിജി ബില്ല് പിൻവലിച്ചില്ല. എന്തുകൊണ്ടാണ്? കാരണം ആരാണ് ശരിക്കുമുള്ള ശത്രുവെന്ന് ജനങ്ങൾ കാണണം. ഇരുളടഞ്ഞ മുറികളിൽ ഇരുന്ന് സ്ത്രീകളെ പുകഴ്ത്തുകയും പാർലമെന്റിൽ വന്ന് അവർക്കെതിരെ വോട്ട് ചെയ്യുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പ് ലോകം അറിയണമായിരുന്നു. ബില്ല് തള്ളിയതോടെ പ്രതിപക്ഷം ആപത്ത് ക്ഷണിച്ചു വരുത്തിയിരിക്കുകയാണ്. ഇനി ഈ പോരാട്ടം തെരുവുകളിലേക്കാണ്. NDA ഓരോ ഗ്രാമത്തിലും പോയി ജനങ്ങളോട് പറയും, നിങ്ങളുടെ അധികാരം തടഞ്ഞത് രാഹുൽ ഗാന്ധിയാണ്, നിങ്ങളുടെ സ്വപ്നങ്ങൾ തകർത്തത് ഈ പ്രതിപക്ഷ മുന്നണിയാണ്. രാഹുൽ ഗാന്ധിയും കൂട്ടരും ഈ പരാജയത്തെ രാഷ്ട്രീയ വിജയമായി ആഘോഷിക്കുന്നുണ്ടാകാം. എന്നാൽ ഒന്നോർക്കുക, നിങ്ങൾ തോൽപ്പിച്ചത് മോദി സർക്കാരിനെയല്ല, ഈ രാജ്യത്തെ സ്ത്രീകളെയാണ്. അവർക്ക് മറുപടി നൽകാൻ അറിയാം. മോദിയും അമിത്ഷായും ഈ പോരാട്ടത്തിൽ നിന്ന് പിന്മാറാൻ പോകുന്നില്ല. ഈ ബില്ല് വീണ്ടും വരും, വൻ ഭൂരിപക്ഷത്തോടെ പാസ്സാക്കും. ചതിയുടെ കോട്ടകൾ തകർത്ത് ഭാരതത്തിലെ സ്ത്രീകൾ അധികാരത്തിന്റെ കൊടുമുടിയിലെത്തുന്ന കാലം വരെ ഈ സർക്കാരിന്റെ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. എന്തായാലും ഈ ഒരു വിഷയത്തെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.